ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നേ ദിവസം നമ്മൾ രാവിലെ തന്നെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുട്ടി വ്ളോഗാണ്, മുഴുവനായി കണ്ടു നോക്കി. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ മറന്ന് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. രാവിലെ തന്നെ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് വെള്ളപ്പമാണ് കേട്ടോ. കുക്കുന് മദ്രസയിലേക്ക് പോകണം, പെട്ടെന്ന് ചുട്ടെടുക്കുക. ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കറി ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ കടലൊക്കെ തീർന്നു പോയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പം ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി നല്ല ഇരുട്ട് തന്നെയാണ് കേട്ടോ. വെളിച്ചം വെച്ച് വരുന്നുള്ളൂ. എന്തായാലും നമ്മൾ ചോറൊക്കെ റെഡിയാക്കി ഒന്ന് വാർത്തെടുക്കുന്നുണ്ട് കേട്ടോ, ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ സുബഹി നിസ്കാരം പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ ഓടി കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. എന്നാലേ ഇപ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ തലേ ദിവസം രാത്രി നമ്മൾ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കന് മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി കേട്ടോ. അത് ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കറിക്ക് പകരം ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായി കേട്ടോ. അതിൻ്റെ കൂടെ ചൂടോട് കൂടി വെള്ളപ്പം കഴിക്കുമ്പോൾ കറിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും ഇന്ന് അങ്ങനെയാണ് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുക്കുന് 6:50 മദ്രസയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ കൊടുത്ത് അതിൻ്റെ പിന്നാലെ പിന്നൂനും കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ. കുഞ്ഞും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാനും ഇതിങ്ങനെ ചുട്ടെടുത്തപ്പോൾ തന്നെ ചൂടോടെ കഴിച്ചപ്പോൾ എനിക്കും വയറ് ഫില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫിനൂന് മോൾക്കുള്ള ചിക്കന് ഇതിൽ ലഞ്ച് ബോക്സിൽ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചിക്കനൊക്കെ ആയതുകൊണ്ട് ഹാപ്പി ആയിരിക്കും കുട്ടികളൊക്കെ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓലൊക്കെ മദ്രസ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടിപൊളി കടുപ്പത്തിൽ ചായ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായക്ക് ഞാൻ മിൽക്ക് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പാലിലേറെ ഇഷ്ടം എനിക്ക് മിൽക്ക് പൗഡർ ആയതുകൊണ്ട് ഞാൻ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല കടുപ്പത്തിലൊരു കട്ടൻ ചായയും കൂടി കുടിക്കാമെന്ന് എഴുതിയിട്ട് കേട്ടോ. നമ്മളുടെ റൂട്ടീൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. റെസിപ്പി വീഡിയോ ചെയ്യാനായിട്ടൊന്നൊരു റെസിപ്പി ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമാവും എന്നൊക്കെ വിചാരിക്കുകയാണ്. ഡേ റൂട്ടീനും ഡെയിലി എന്താ പറയുക, ഫുൾ ഡേ റൂട്ടീനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വരും കേട്ടോ. നമ്മളെ വീട്ടിലെ ഐറ്റംസുകളൊക്കെ ആയിട്ട് എന്തായാലും ഞാനൊന്ന് റിലാക്സ് ചെയ്യട്ടെ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ് കേട്ടോ. അപ്പോഴേക്കപ്പോഴേ ഓരോ ജോലി ഇങ്ങനെ തീർക്കുമ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ പിന്നെ ചെയ്യട്ടെ. അപ്പോൾ കുക്കിങ് നമുക്ക് ഏതാണ്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ ഈ കുഞ്ഞു ഊഞ്ഞാലിലൊന്ന് കുറച്ച് നേരം ഒന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് സെറ്റപ്പ് ആകട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഊഞ്ഞാൽ സെക്കൻഡ് കിച്ചണിലാണ് കേട്ടോ ഇത് കെട്ടി വെച്ചിട്ടുള്ളത്. കാര്യം നമ്മൾ കിച്ചണിൽ നമ്മളെ പണികളും വർക്കൊക്കെ കഴിഞ്ഞിങ്ങനെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വെക്കുമ്പോഴാണ് അതിൻ്റെ സൗകര്യം. ചിലയിടത്തൊക്കെ ഹോളിലും സെൻട്രലിലൊക്കെ ഊഞ്ഞാൽ കെട്ടും, സിറ്റ് ഔട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കതൊരു യൂസ്ഫുൾ ആവില്ല കേട്ടോ. അങ്ങനെ കെട്ടിയവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് വെള്ളപ്പം തന്നെയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതി ഒന്ന് പുട്ട് റെഡിയാക്കാമെന്ന്, പുട്ടിന് പൊടി റെഡിയാക്കാമെന്ന് കരുതിയിട്ട് ഈ മട്ടരിയില്ലേ നമ്മളെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടണേ അങ്ങനത്തെ അരിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതെടുത്തുകൊണ്ട് പുട്ടിന് പൊടിപ്പിച്ചാന്ന് എഴുതിയുണ്ട്. നല്ലോണം കഴുകി ക്ലീൻ ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ നമുക്ക് ഇത് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് വാർത്ത് വെച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാനും ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അധികമൊന്നും വേണ്ട, കുറച്ച് നേരം കേട്ടോ. എല്ലാവർക്കും അറിയിക്കാറ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കൂടുതൽ നേരം വെള്ളത്തിലൊന്നും ഇത് സോക്ക് ചെയ്ത് വെക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനൊരു മാക്സിമം അരമണിക്കൂറോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അത് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് ഡ്രൈ ചെയ്ത് കാണ്ട് നമ്മൾ മില്ലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മത്തി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചാൽ രാത്രി നമുക്ക് കപ്പയും മീൻകറി ഉണ്ടാക്കുക ഡിന്നറിന് എന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ കഴുകി ക്ലീനാക്കി വെച്ചാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യണ ഒരു പണി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ആണ് കേട്ടോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരുപാട് പണികളൊക്കെ ഒന്ന് കുറഞ്ഞും കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചത് ബാക്കിയുണ്ട്. അപ്പോൾ കറി ഇന്ന് ഞാൻ ഉണ്ടാക്കണില്ല എന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ നമ്മളെ കോവക്ക പോലെ സെറ്റപ്പായി ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മൂത്ത് റെഡിയായി പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് പറിച്ചെടുത്ത് ഒരു തോരനും കൂടി റെഡിയാക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി, ഒരുപാട് കൂട്ടാൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ലത് നമുക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ റെഡിയാക്കി കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരൊറ്റ കൂട്ടാൻ തന്നെ മതിയിട്ട് നമ്മളിങ്ങനെയൊക്കെയാണ് ചെയ്യാം. പിന്നെ ഈ കോവക്കുപ്പേരി എനിക്ക് അധികം ഇഷ്ടമൊന്നുമില്ല കേട്ടോ. നമ്മളെ മുറ്റത്ത് നാച്ചുറലായിട്ട് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പറിച്ച് നമ്മൾ ഇത് കൂട്ടാനും കറികളൊക്കെ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ത്രില്ലുണ്ടാവും. അപ്പോൾ ഇനി കുഞ്ഞും കൂടി ഉണ്ട് കേട്ടോ, കുളിച്ച് ഫ്രഷായി റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതിന്ന് സ്നാക്സ് ബോക്സിലേക്ക് കുറച്ച് വത്തക്ക കട്ട് ചെയ്ത് വെക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി ഓനെ സ്കൂളിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ അരി ഇല്ലേ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള അരി നമ്മൾ മില്ലിലേക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞിനെ സ്കൂളിൽ വിട്ടാരെ നമ്മൾ അരി പുട്ടിന് പൊടിപ്പിക്കാൻ വേണ്ടി മില്ലിലേക്ക് കൊണ്ടുവന്നാട്ടത്. അപ്പോൾ നമ്മളെ മട്ടരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പുട്ടിന് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മട്ടരി തൂക്കി നോക്കിയപ്പോൾ 3.5 കിലോനുള്ളൂ കേട്ടോ. 5 കിലോയിൽ ഏറെ അല്ലെങ്കിൽ 5 കിലോനോ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ വറുത്ത് തരും കേട്ടോ. എന്തായാലും നമ്മളത് കുറച്ച് കുറവാണ്, നമുക്ക് ഇത്രയും മതിയല്ലോ. അപ്പോൾ ഒരുപാട് ഇത് റെഡിയാക്കി വെച്ചാലും കേടായി പോകില്ലേ. അപ്പോൾ നമുക്ക് ഇതാവുമ്പോൾ പിന്നെ ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നമ്മൾ മില്ലിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഇങ്ങനെ കണ്ടെയ്നറിലോ ബൗൾസിലോ ഒന്നും ആക്കി വെക്കാൻ പറ്റില്ല കേട്ടോ, കേടായി പോവും, പൂപ്പായി വരും കേട്ടോ. പിന്നെ ഞാനത് ഒന്ന് ചൂടാറിയതിന് ശേഷം ആ പൊടിപ്പിച്ച് കൊണ്ടുവന്നൊരു ചൂടുണ്ടാവുമല്ലോ, അത് മാറിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഓരോ ബൗളിലാക്കിയിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ളത് ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് അത് കുക്ക് ചെയ്യുന്ന ടൈമിൽ പുട്ട് റെഡിയാക്കുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ചൂടാറിയിട്ട് നമുക്ക് പുട്ട് റെഡിയാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തോളൂ, എല്ലാവരും ഇതുപോലെയൊക്കെ റെഡിയാക്കുന്നുണ്ടാവും. എന്തായാലും നമ്മൾ പുട്ടൊക്കെ വറുത്ത് റെസിപ്പി ചെയ്യുമ്പോൾ ഞാൻ ഇൻഷാ അല്ലാ മറ്റേ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. തിന്നില്ല ഇത് വേണ്ടല്ലേ, ഇത് പറ്റൂല കുഞ്ഞോ. ഇതല്ല കൊടുക്കണ്ടേ. അപ്പോൾ കുഞ്ഞുവിനെ നഴ്സറിയിൽ നിന്ന് അവൻ്റെ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ ആടിനെ കണ്ടിട്ടുണ്ടായിട്ടോ. ആട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആടിനെ. ആടിന് പുല്ലൊക്കെ കൊടുക്കുന്നതിൽ ഭയങ്കര ത്രില്ലാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ കാട്ടിയെടുത്തിട്ടുണ്ട്. ഈവനിങ് ആയപ്പോൾ ഞാൻ കരുതിയിരുന്നാൽ കപ്പയും മീൻ കറി ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കുക്കറിലൊന്ന് നന്നായി വെള്ളം വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ രാത്രി നമുക്ക് ഇതാണ് കേട്ടോ ഡിന്നറിന് ഞാൻ റെഡിയാക്കിയിട്ട്, നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം ഇപ്പോൾ കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി രാത്രി നമുക്ക് ഫിഷ് കറി മാത്രം ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചൂടോടെ തന്നെ നമ്മൾ കഴിക്കാൻ ടൈമിൽ ഉണ്ടാക്കാമെന്ന് കരുതി.
ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ മീൻകറി ഉണ്ടാക്കുക. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ചോറും കൂട്ടാനും ഡിന്നറ് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെന്താ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും വിചാരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു ദിവസം. ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടമുള്ളവരൊക്കെ കാണുക, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഡേ റൂട്ടീനായിട്ട് നമ്മൾ വരും കേട്ടോ ഇൻഷാ അള്ളാ. അപ്പോൾ ഞാൻ മഗ്‌രിബ് വാങ്ങ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് മീൻകറിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ഒരു കുട്ടി വീഡിയോ ആണ്. നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാ അള്ളാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.